കേരള യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് KSU മുഴുവൻ പാനലിൽ ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് മത്സരിക്കുന്നത്. ഏകദേശം 11 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വൈസ് ചെയർപേഴ്സൺ ഞങ്ങൾ വിജയിപ്പിച്ചു കയറുന്നു. 4 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വിജയിച്ചു കയറുന്നു. 1 അക്കൗണ്ട്സ് കമ്മിറ്റി വിജയിച്ചു കയറുന്നു. 2 സ്റ്റുഡൻസ് കൗൺസിൽ വിജയിച്ചു കയറുന്നു. 4 സെനറ്റ് അംഗങ്ങൾ ഞങ്ങൾ വിജയിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. വളരെ സമാധാനപരമായി അടുക്കും ചിട്ടയോടും കൂടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനമാണ് കണ്ടത്. അതിൽ വിറളി പൂണ്ട SFI വർഷമാണ് ഈ സംഘർഷത്തിന്റെ തുടക്കം. സ്വാഭാവികമായും SFI അവിടെ പുറമേ നിന്ന് സംഘടിപ്പിച്ചു വന്ന ഗുണ്ടകൾ ഹെൽമെറ്റ് എടുത്തിട്ട് ആണ് ആദ്യ അടി തുടങ്ങുന്നത്. വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം നയിച്ച കാരണം എന്തെങ്കിലും ഉണ്ടോ? സ്വാഭാവികമായും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. വർഷങ്ങളായി SFI അടക്കി ഭരിച്ചിരുന്ന ഈ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവരുടെ കോട്ട പൊളിക്കാൻ KSU കാരണമായി. അതുമാത്രം എല്ലാ കാലഘട്ടത്തും ജനാധിപത്യ വിരുദ്ധതയുടെ വക്താക്കളായി SFI മാറുകയാണ്. എന്താ KSUയുടെ ഉദ്ദേശം? സ്വാഭാവികം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധമുണ്ടാവും, പ്രതിരോധമുണ്ടാവും. SFI തീക്കൊള്ളി കൊണ്ടാണ് ചൊറിഞ്ഞത് എന്ന കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവുക. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരുൾപ്പെടെ യൂണിവേഴ്സിറ്റി യൂണിയനിൽ വിജയിച്ചു കയറിയ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിദ്യാർത്ഥിനികളായിട്ടുള്ള ആളുകളെ പോലും യാതൊരു മര്യാദയുമില്ലാത്ത രീതിയിലേക്കാണ് അവർ ആക്രമിക്കാൻ ശ്രമിച്ചത്. ചെവിയില് ബ്ലഡ് കാണുന്നു. ആ രീതിയിലൊക്കെ സ്വാഭാവികമായും ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ രീതിയിലേക്കുള്ള ആ പരിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. SFI ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമാണ് പറയുന്നത്. ഇല്ല, സെനറ്റിന്റെ വോട്ടെണ്ണൽ നടക്കുകയാണ്. 4 സീറ്റിൽ കുറയാതെ KSU അവിടെ വിജയിച്ചു കയറും. SFIയുടെ അപ്രമാദിത്യം കേരള യൂണിവേഴ്സിറ്റിയിൽ അവസാനിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നും വലിയ രീതിയിലേക്കുള്ള പോലീസ് സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായത്. SFIക്ക് അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് പോലീസ് വേദിയൊരുക്കി. KSUക്കാരെ കയ്യേറ്റം ചെയ്യാൻ പോലീസ് നിന്നുകൊടുത്തു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എത്ര നേരം, ഏകദേശം 1/4 മണിക്കൂറോളാണ് വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയായിട്ടുള്ള ഞങ്ങളുടെ യൂണിയൻ മെമ്പേഴ്സുമായി ഞങ്ങൾ അവിടെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നത്. ഞങ്ങൾ ഒരു വലിയ രീതിയിലേക്ക് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞിട്ട് പോലും അവരത് ഗൗനിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. SFIക്ക് വേണ്ടി നിന്നു എന്നാണോ? തീർച്ചയായിട്ടും ഇവിടെ കേരള പോലീസിൽ SFIക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മാത്രം കേരള പോലീസ് കുറിച്ചിട്ടുകൊള്ളുക, കൃത്യം 1 വർഷത്തിന് ശേഷം കേരളത്തിൽ SFIയുടെയും CPMന്റെയും പേക്കൂത്ത് അവസാനിക്കാൻ പോവുകയാണ്. ജനാധിപത്യപരമായ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറും. KSU എന്താ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇതിന് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ പ്രതിഷേധം തുടരുകയാണോ അവസാനിപ്പിക്കും? തീർച്ചയായിട്ടും ഇതിന്റെ പ്രതിഷേധങ്ങൾ ഏത് തരത്തിലാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രം പറയുന്നു. പോലീസ് ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഇനിയും അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങളുടെ 6ഓളം കൗണ്ടിംഗ് ഏജൻസ് അവിടെ അതിന്റെ അകത്തുണ്ട്. സെനറ്റിലെ കാൻഡിഡേറ്റ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരുടെ സുരക്ഷിതത്വം ഞാൻ സൂചിപ്പിച്ചു. ഞങ്ങളെ പോലും ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പോലീസ് കൈയും കെട്ടി നോക്കിക്കുന്ന ആക്രമിക്കുമെന്ന ഭയം KSUവിനുണ്ട്? ഒരു ഭയവും KSUവിനില്ല. ഒരു ഭയവുമില്ല. അങ്ങനെ ആക്രമിക്കാനുള്ള ഇതുണ്ടെങ്കിൽ SFI ആക്രമിക്കട്ടെ. ബാക്കിയത്തെ കാര്യം നോക്കാനുള്ള കാര്യം ഞങ്ങൾക്കറിയാം. SFIയും KSUവും തമ്മിൽ സമാധാനമായിട്ട് ഇത്രയും പോയ തെരഞ്ഞെടുപ്പ്. ഈ SFIയുടെ ഈ പ്രവർത്തകനാണ് ഞങ്ങളുടെ ജില്ലാ ഭാരവാഹി അഭിഷേകിന്റെ തലയിൽ ഹെൽമറ്റും കൊണ്ട് ആഞ്ഞടിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ച ആള്. ഒരു രീതിയിലുള്ള പ്രകോപനവും KSUവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരുന്നിട്ട് പോലും പ്രകോപനം ഉണ്ടാക്കണമെന്ന പൂർണ്ണമായ തീരുമാനത്തോടെ വന്ന SFI ഞങ്ങളുടെ പ്രവർത്തകന്റെ തലക്കടിച്ചുകൊണ്ട് ഈ പ്രകോപനങ്ങളും ഈ പ്രശ്നങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുകയായിരുന്നു. SFI കാലാകാലമായിട്ട് അടിച്ചു വാണുകൊണ്ടിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ KSUവിന്റെ പ്രതിനിധികൾ വന്നതിന്റെ വിരളി പൂണ്ടിട്ടുള്ള ആക്രമണങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ. കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് മർദ്ദനമേൽക്കും ഇതൊക്കെ ഉണ്ടായിരുന്നു സംഘർഷത്തിന്. യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായ വിജയിച്ച കുട്ടിയുടെ തലയാണ് കല്ലുകൊണ്ടെറിഞ്ഞ് പൊട്ടിച്ചിട്ടുള്ളത്. ആ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി വർഷങ്ങൾക്ക് ശേഷമാണ്, കൃത്യമായി പറഞ്ഞാൽ 11 വർഷങ്ങൾക്ക് ശേഷമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. സംഘർഷത്തിൽ KSUവിന്റെ തിരിച്ചുവരവിനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ SFIയുടെ ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ SFI റോഡ് വിരോധിക്കാനുള്ള കാരണം എന്താ? KSU സംസ്ഥാന പ്രസിഡന്റെയും ഇവിടുന്ന് കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിന് വിജയിച്ച ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ വിജയിച്ച മുഴുവൻ പ്രവർത്തകരും കല്ലെറിയുകയും അവരെ പ്രവർത്തകരാണ്. ഇപ്പോൾ ഇവിടെ നിരവധി പെൺകുട്ടികളെയും നമുക്ക് കാണാം. എന്താണ് ഇവിടെ ഉണ്ടായത്? എന്താ? SFIക്കാർ KSUക്കാരെ മർദ്ദിച്ചു. ഇത് എന്റെ കോളേജിൽ അതേ സെയിം UUC ആണ്. എസ് എൻ കോളേജ് വർക്കലയിൽ നമ്മൾ പഠിക്കുകയാണ്. കല്ലേറിൽ പറ്റിയ പരിക്കാണ് ഈ ദേഹത്ത് കാണുന്നത്. ഞങ്ങൾ ഒന്നിനും പോയില്ല. ഞങ്ങൾ അവിടെ മാറി നിന്നപ്പോൾ ഞങ്ങളുടെ മുന്നിലേക്ക് പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് വന്നിട്ട് ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോഴാണ് ഇതുണ്ടായത്. ശക്തമായ രീതിയിലുള്ള പ്രകോപനങ്ങളൊന്നും ഇല്ലാതെ തന്നെ കല്ലേറുണ്ടായതാണ്.
ആദ്യം ഒരു SFI പ്രവർത്തകൻ ഒരു ഹെൽമറ്റ് കൊണ്ട് നമ്മുടെ KSUവിന്റെ ഒരു ജില്ലാ ഭാരവാഹി ആക്രമിച്ചതിലൂടെ ഉണ്ടായ ഒരു സംഘർഷമാണിത്. പോലീസിന്റെ മർദ്ദനത്തിലാണ് SFI പ്രവർത്തകന്റെ തല പൊട്ടിയത്. പക്ഷെ അത് KSUവിന്റെ മേലിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന KSUവിന്റെ വനിതാ പ്രവർത്തകരെ അടക്കം കല്ലെറിയുകയാണ്. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു. നമ്മുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലിൽ മത്സരിച്ച് വിജയിച്ച ഒരു കുട്ടിയുടെ നേരെയാണ് കല്ലേറ് ഉണ്ടായിരിക്കുന്നത്.